ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த காலை வேளையில் காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த 9வது மாதத்திலே தேவ செய்தியை கேட்கிற ஒவ்வொரு தேவ பிள்ளையையும் கர்த்தர் மேன்மேலும் ஆசீர்வதிப்பாராக. அவருடைய கண்கள் நம்மேல் நோக்கமாயிருக்கிறது. அவர் நம்மோடு பண்ணின சகல வாக்குத்தத்தங்களையும் உடன்படிக்கைகளையும் நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். அதை அப்படியே விசுவாசிப்போம். இந்த மாதத்திலே தேவனாகிய கர்த்தர் தம்முடைய வார்த்தையை நமக்கு நிறைவேற்றி அவருடைய மகிமையை நம்மேல் காண பண்ணுவார். இதை கேட்கிற ஒவ்வொருவரும் எதிர்பார்ப்புடன் அவருடைய வார்த்தைகளுக்கு கீழ்ப்படிந்து காத்திருப்போம். தேவனாகிய கர்த்தர் தாமே இந்த மாதத்திலும் அவருடைய வார்த்தையை அனுப்பி நம் மத்தியில் பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മളോട് കൂടിയിരുന്നു. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല വിശ്രമം നൽകി ഈ പുതിയൊരു പ്രഭാതത്തിൽ നമുക്ക് ഉണർന്നെഴുന്നേറ്റ് വരുവാനും ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാനും കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം നൽകുന്ന തോമസ് സാറിനെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും ഓർത്ത് ഞാൻ പ്രത്യേകാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വലിയ വിടുതൽ, വലിയ ശുശ്രൂഷകൾ അവരിലൂടെ ഈ ദിവസങ്ങളിൽ ചെയ്തെടുത്തുകൊണ്ട് ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ഇതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രി അതിൻ്റെ പൂർണ്ണതയിലേക്ക്, പ്രവൃത്തിയുടെ പൂർണ്ണതയിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുവാൻ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അതിൻ്റെ മാറ്റൊലികൾ ഉയർന്നു വരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സംഭവബഹുലമായ ഒരാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ പല പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജാതി ജാതിയോടും വംശം വംശത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും പല ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ച അമേരിക്കയിൽ നടന്ന ഒരു വാർത്തയാണ്. ചാർലി കിർക്ക് എന്ന് പറയുന്ന യുവ സുവിശേഷകനെ തൻ്റെ നിലപാടുകൾ മുഖാന്തരം ശത്രുക്കൾ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ഇടയായി തീർത്തു. എങ്കിലും താൻ പ്രസ്താവിച്ചിട്ടുള്ള തൻ്റെ വചനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിലെല്ലായിടത്തും അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തൻ്റെ പേരും പ്രശസ്തിയും ഇന്ന് ലോകത്തിലെ എല്ലാ കോണുകളിലും തന്നെക്കുറിച്ച് സംസാരിക്കുന്ന, തൻ്റെ മരണത്തെക്കുറിച്ച്, തൻ്റെ നിലപാടുകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവം ജീവിച്ചിരുന്ന കാലത്ത് താൻ ചെയ്ത ആ ശുശ്രൂഷയുടെ വ്യാപ്തി എത്രമാത്രമാണ്, എത്ര യുവാക്കളെയാണ് അദ്ദേഹം നേർവഴി നടത്തി. പ്രൈസ് ദി ലോർഡ്. ക്യാമ്പസുകളിലൂടെ പ്രൈസ് ദി ലോർഡ് അതുപോലെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു വഴികാട്ടിയായി മാറിയ ആ വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കി. ശത്രു അതിൽ വിജയിച്ചെങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണ് താൻ പ്രസ്താവിച്ചത് അതിന്ന് ലോകം മുഴുവനും ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആശയ സംവാദങ്ങളാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം, അത് നമ്മൾ ലോകചരിത്രം മുഴുവനും നമ്മൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആശയ സംവാദം, അതുപോലെ മതങ്ങൾ തമ്മിലുള്ള ആശയ സംവാദം, ഇതിനെല്ലാം ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല ഇസങ്ങൾ, പല പല സംവാദങ്ങൾ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, തിരുവചനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആശയ സംവാദങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ യേശു ക്രിസ്തു പ്രസ്താവിച്ചിട്ടുള്ള വാക്കുകൾ, അത് തൻ്റെ ആശയങ്ങളെ ലോകം മുഴുവനും സ്തോത്രം താൻ തുറന്നു പറഞ്ഞത് മുഖാന്തരം അന്നറിയപ്പെട്ടിരുന്ന ലോകം മുഴുവനും തൻ്റെ ആശയങ്ങൾ
വ്യാപിപ്പാനിടയായി. ഇന്ന് ലോകം മുഴുവനും താൻ ഒരിക്കൽ പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ആശയങ്ങൾ ലോകം മുഴുവനും ഇന്നും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ തകർക്കുവാൻ അനേകര് മുൻപോട്ട് കടന്നു വന്നു എങ്കിലും സ്തോത്രം, ആ എതിർധാരകളെ എല്ലാം തകർത്ത് യേശുവിൻ്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയ സംവാദമാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മറന്നു കളയരുത്. ഇവിടെ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വചനം, അതും ആശയ സംവാദം തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ? ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്നുത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്നു ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇവിടെ യേശുവും ഒരു ശാസ്ത്രിയും തമ്മിലുള്ള ആശയ സംഘടനമാണ്, ആശയ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12-13 മുതൽ നോക്കിക്കഴിഞ്ഞാൽ യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് വേണ്ടി പരീശന്മാരും ഹേരോദ്യരും ചിലരും അവൻ്റെ അടുക്കൽ വന്നു. ഇവിടെ പരീശന്മാരാണ് യേശുവിനെ വാക്കിൽ കൊടുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒബ്സേർവ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരു ശാസ്ത്രിയാണ് ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവനെ വാക്കിൽ കൊടുക്കണം, യേശുവിനെ വാക്കിൽ കൊടുക്കുക. ആശയപരമായ സംവാദത്തിൽ ഏർപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ കീഴ്പ്പെടുത്തി കളയുക. അവരുടെ ശാസ്ത്രിമാരും പരീശന്മാരും ഹെരോദ്യരും ഒക്കെയും യേശുവിൻ്റെ മേൽക്കോയ്മ നേടുക, യേശുവിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അവനോ വളരെ തന്ത്രപരമായിട്ട് വളരെ ടാക്റ്റിക്കായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പറയുകയാണ്, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാകാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിൻ്റെ പശ്ചാത്തലമാണ് ഞാനിത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ശാസ്ത്രിമാരൊക്കെ ശരിയായ കാര്യങ്ങൾ, പരീശന്മാർ യേശുവിനോട് പറയുകയാണ്, നീ മനുഷ്യന്റെ മുഖത്ത് നോക്കുന്നില്ല, ദൈവത്തിന്റെ മാർഗം നീ ശരിയായി പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ട് വാക്കിൽ കൊടുക്കേണ്ടത് അവനോട് ചോദിക്കുകയാണ്, ആട്ടെ, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനെ കൊടുക്കുവാനാണ് ചോദിച്ചതെന്ന് യേശുവിനെ നന്നായി മനസ്സിലാക്കിയിട്ട് യേശു പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധിക്കുക. ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്നവനോട് ചോദിച്ചു. അവൻ അവരുടെ കപടമറിഞ്ഞ്, എന്താ പറഞ്ഞത്? കപടമറിഞ്ഞ്, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവിൻ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്നു. ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്ന് ശരിയായ നിലയിൽ ഉത്തരം പറഞ്ഞു. കണ്ടോ, ഈ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു, നല്ല സംസാരമാണ് സംസാരിച്ചത്. എന്നിട്ട് അവർ യേശുവിനോട് ചോദിക്കുക, ഗുരുവേ, നീ സത്യമാർഗം ഉപദേശിക്കുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? ശരിയാണോ? യേശു പറയുന്നത് എന്താണ്? സ്തോത്രം, അവരുടെ ഉള്ളിലെ കപടമറിഞ്ഞ് അവർ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് എന്നാണ് യേശു ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഒരു ഒരു നാണയം കൊണ്ടുവരുവേൻ, അതിൻ്റെ മേലെഴുത്തും ആരുടേത്? കൈസറുടേത്. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും
ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പീൻ എന്ന് യേശു മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും താഴോട്ട് വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നു, വേറൊരുവൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ചോദിക്കുകയാണ്, യേശുവെ, ഒരുവൻ വിവാഹം കഴിച്ചു, അവന് 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്തവൻ കല്യാണം കഴിച്ചു, അവൻ്റെ ഭാര്യ മരിച്ചുപോയി. മൂത്തവൻ മരിച്ചുപോയി, അവൻ്റെ ഭാര്യയുണ്ട്. അവൻ്റെ രണ്ടാമൻ അവനെ വിവാഹം കഴിച്ചു. അവരുടെ നിയമപ്രകാരം, ദേവര നിയമപ്രകാരം കഴിച്ചു. അങ്ങനെ 7 പേരും ഒരു ഭാര്യയായിരുന്നു. പുനരുദ്ധാനത്തിൽ അവർ ആർക്ക് ഭാര്യയായി തീരും? യേശുവിനെ കുഴക്കുവാൻ ചോദിക്കുന്നതാണെങ്കിലും യേശു വ്യക്തമായ മറുപടി പറഞ്ഞു, പുനരുദ്ധാനത്തിങ്കൽ വിവാഹം കഴിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഈ സന്ദർഭങ്ങൾ, ഈ വാക്കുകളൊക്കെ കേട്ടിട്ടാണ് ഈ ശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പറയുക. അവൻ നല്ലവണ്ണം യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ചിട്ട് അവനെ കുരുക്കുവാൻ വരുന്നവരോടൊക്കെ നല്ല മാന്യമായ മറുപടി കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിനോട് ചോദിക്കുക, ഗുരു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനമുള്ള കൽപ്പന? ഈ തിരുവചനത്തിലെ കൽപ്പനകളിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവരോട് മറുപടി പറയുന്നത്, ശാന്തമായ മറുപടി പറഞ്ഞു, ദൈവമേകൻ തന്നെ, ആ ഏകനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അതിനുശേഷം പറയുകയാണ്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, നിന്നെ പോലെ തന്നെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിൽ പരം വലിയൊരു കൽപ്പനയില്ല. ഈ 2 കൽപ്പനകളാണ്, എന്നാൽ ഇത് രണ്ടും ഒന്നിനൊന്ന് തുല്യമാണ് എന്നാണ് യേശുവോട് പറയുന്നത്. ശാസ്ത്രി കൃത്യമായ മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതേ കാര്യം തന്നെ, ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ തന്നെ തന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതിന് തുല്യമായിട്ട് ഒരു യാഗമോ ഹോമയാഗമോ സർവാംഗ ഹോമമോ ഒന്നുമില്ല എന്ന് താൻ പറഞ്ഞു. യേശു ഇത് കേട്ടിട്ട് പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്നും അകന്നവനല്ല എന്ന് യേശു പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആശയ സംവാദത്തിൽ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? ഇഷ്യൂ എന്താണ്? മുഖ്യ കൽപ്പന ഏതാ? പ്രധാന കൽപ്പന ഏതാണ്? ശാസ്ത്രിയുടെ ചോദ്യം. യേശു പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. ഒന്ന്, ദൈവം ഏകൻ തന്നെ, ഒരു ദൈവമേ ഉള്ളൂ, ഏക ദൈവം. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയം നീ സ്നേഹിക്കണം. ദൈവത്തെ നീ സ്നേഹിക്കണം. അതെങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ അവനെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ടോട്ടൽ ബീയിങ്, അവൻ്റെ സത്ത മുഴുവനും, അവൻ്റെ ആത്മാവും ശരീരവും മനസ്സും ഒരുമിച്ച്, അവൻ്റെ ശക്തിയുമെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് അവൻ ദൈവത്തെ സ്നേഹിക്കണം. അവൻ്റെ ഇടയിൽ, ദൈവത്തിനും അവൻ്റെ ഇടയിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. അവൻ അത്ര ആഴമായ ഒരു ദൈവസ്നേഹം മനുഷ്യരിൽ നിന്നുണ്ടാകണം എന്നാണ് യേശുവോടെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക? വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലൂടെ, അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ അവനെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നത് അത് നമ്മുടെ കേവലം അധരങ്ങൾ കൊണ്ടുള്ള ഒരു സ്നേഹമല്ല, കേവലം വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രകടനമല്ല, മറിച്ച് എന്താണ്? അവൻ്റെ ആത്മാവ് കൊണ്ട്, ഉള്ളം കൊണ്ട്, ഉള്ളത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവത്തെ സ്നേഹിക്കുക. അവൻ്റെ വികാരവും വിചാരവും ചിന്തകളും എല്ലാം ദൈവം തന്നെയാകണം. അവൻ്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്ന് പറയണം, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ പൗലോസ് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയുന്നത് ആര്? പട്ടിണിയോ വാളോ ആപത്തോ യാതൊന്നിനും എന്നെ വേർപെടുത്തുവാൻ കഴിയുന്നതല്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവിനെ ഇത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പരിഷ്കാരത്തിൻ്റെ പരമകാഷ്ഠയെ പ്രാപിച്ചു എന്ന് പറയുന്ന മനുഷ്യ തലമുറ മുഴുവനും അവരുടെ പ്രവൃത്തികളാൽ പരിഷ്കാരങ്ങൾ കൂടി വന്നപ്പോൾ ദൈവത്തിന് വിരോധമായി, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ തന്നെ എത്ര പേര് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്?
നമ്മുടെ സ്നേഹം ദൈവത്തോട് നമ്മുടെ വിധേയത്വം എത്രമാത്രമുണ്ട്, എത്ര ആഴമാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുക, ദൈവദാസന്മാരും ദൈവജനവും ഒക്കെ ചിന്തിക്കുക. പേരുകൊണ്ട് നമ്മൾ ദൈവദാസന്മാരും ദൈവജനമാണെങ്കിലും പലപ്പോഴും നമ്മൾ ദൈവത്തിന് വിരോധമായിട്ടാണ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ ചിന്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത്. ഇന്ന് അത്രമാത്രം ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അവൻ്റെ വചനമനുസരിക്കുന്നതിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെയല്ല. ശ്രദ്ധിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മുഖാന്തരം നമ്മൾ അനുസരണക്കേട് കാണിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, എന്താണ്? നിന്നെ പോലെ തന്നെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്റെ സഹോദരനെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. നീ മനുഷ്യനെ സ്നേഹിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ശത്രുത്വം മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആദാമിൻ്റെ കാലശേഷം 7-ാം തലമുറ വന്നപ്പോഴേക്കും ദുഷ്ടത 7 ഇരട്ടിയായി മൾട്ടിപ്ലൈ ചെയ്തതായിട്ട്, 70 ഇരട്ടിയായി മൾട്ടിപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര ശക്തമായ മൾട്ടിപ്ലിക്കേഷനാണ് ദുഷ്ടതയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മനുഷ്യവർഗത്തെ മുഴുവനും കൊന്നൊടുക്കുവാൻ തക്കവണ്ണമുള്ള ആയുധങ്ങൾ കൂട്ടിവെച്ച്, ആയുധങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്, ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെയെല്ലാം ജയമെടുത്തിരിക്കുന്നത് ആരാണ്? പൈശാചിക ശക്തികൾ. ശാസ്ത്രത്തിൻ്റെ പേരിൽ നന്മയ്ക്കായി ഉപയോഗിച്ച ശാസ്ത്രങ്ങൾ ഇന്ന് അത് തിന്മയുടെ സൈഡിലേക്ക് ചാഞ്ഞ് ലോകത്തെ നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തകർത്ത് കളയുന്ന ആ നിലവാരത്തിലേക്ക് താണുപോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നീ മനുഷ്യനെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? യേശു പറഞ്ഞു, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹാരം ഒരുക്കും, വസ്ത്രമില്ലെങ്കിൽ നിങ്ങൾ വസ്ത്രം ഉടുപ്പിക്കും, നിങ്ങൾ ലജ്ജ അനുഭവിക്കാൻ തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു വേദന ഉണ്ടായാൽ അത് ശമിപ്പിക്കും. ഒരു അസുഖം വന്നാൽ നിങ്ങൾക്ക് സൗഖ്യമാകേണ്ടത് ഹോസ്പിറ്റലുകളിൽ പോകും, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു വിടുതലെടുക്കും. എന്താ കാരണം? എന്താ? നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ അപമാനം വരത്തക്ക നിലവാരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് മനുഷ്യർക്കും ദൈവത്തിനും യോജിക്കാത്തൊരു ജീവിതം നയിച്ച് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വെറുക്കൂത്തുകളായി തീരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കണം ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ വിശന്നിരിക്കുമ്പോൾ എനിക്ക് ആഹാരം ഒരുക്കുന്നത് പോലെ മറ്റുള്ളവരും വിശന്നിരിക്കുമ്പോൾ ആഹാരം ഒരുക്കി കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ആവശ്യ നേരത്ത് ഞാൻ എന്നെ എങ്ങനെ കരുതുന്നുവോ അയൽക്കാരനെ മനുഷ്യനെ നമ്മളങ്ങനെ കരുതുവാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് 2 കൽപ്പന, ദൈവത്തിൻ്റെ 2 കൽപ്പനകളാണ്. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക. ഇത് 2ഉം സമമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ 1ാമത്തെ കൽപ്പനയ്ക്ക് തുല്യമാണ് 2ാമത്തെ കൽപ്പന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളെ നമ്മൾ സ്നേഹിപ്പാൻ, മനുഷ്യരെ സ്നേഹിപ്പാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സ്വന്തമുള്ളവർ, അവരെ മാത്രം നമ്മൾ സ്നേഹിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാരി ശാസ്ത്രി കൃത്യമായ മറുപടി യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞത് ശരി തന്നെയാണ്, ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ യേശു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല എന്നാണ് യേശു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ അബൌട്ട് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് ബട്ട് നോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ,
പക്ഷേ എന്താണ്, നീ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. ശാസ്ത്രിയാണെങ്കിലും പരീശനാണെങ്കിലും ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവേശിക്കണമെങ്കിലോ ഈ 1-2 കൽപ്പനകളായ ഒറ്റ കൽപ്പന ചേർത്ത് വായിച്ചാൽ ഒറ്റ കൽപ്പന പൂർണ്ണമായി അനുസരിക്കാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്നാണ് യേശുവിടെ പറയുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് പോലെ, അതുപോലെ നമ്മെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ സഹജീവികളെയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ സ്നേഹിപ്പാൻ കടപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഇതിന് തുല്യമായി വേറൊരു കൽപ്പനയുമില്ല. ഇന്ന് രാത്രി നമ്മുടെ ജീവിതം നമുക്കൊന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശിഷ്യരായി ആ ലെവലിലേക്ക് ഉയർന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് തൃക്കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദൈവം നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാനുള്ളൊരു ഹൃദയം നമുക്ക് നൽകണം. മനുഷ്യരെ സ്നേഹിപ്പാനുള്ളൊരു കൃപ നമുക്ക് നൽകണം. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മുടെ മേൽ പുതിയൊരു അനുഭവം, പുതിയൊരു ആത്മാവ്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്ന്, നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസം വന്ന്, നമ്മുടെ മനസ്സിന് വ്യത്യാസം വന്ന് നമ്മുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരുന്ന നമുക്ക് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. നാഥാ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ കൽപ്പന പൂർണ്ണമായി അനുസരിപ്പാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോട് സ്നേഹിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കണം. ഞങ്ങളുടെ അയൽവക്കൻകാരെ, ചുറ്റുപാടുള്ളവരെ, കർത്താവെ, മനുഷ്യരായിട്ടുള്ളവരെ എല്ലാം ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്. നല്ല കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. കാരണം കർത്താവെ, അങ്ങ് സകല മനുഷ്യരെയും അങ്ങയുടെ ഛായയിലും സ്വരൂപത്തിലുമാണ് അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങയുടെ ഛായയിൽ സ്വരൂപം ഓരോ വ്യക്തിയിലും വസിക്കുന്നു. കർത്താവെ, അവരെ റിവൈവ് ചെയ്യുവാൻ, അവരെ ഉണർത്തുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കാര്യങ്ങൾ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും പ്രത്യേകം ഏൽപ്പിച്ചു തരികയാണ്. അവർക്ക് ദൈവം കൃപകൾ നൽകണം, ബലം നൽകണം, അവരുടെ ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ഞാൻ താഴ്ത്തുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത മാസം കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. உனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரியச் செய் மகனே. உனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரியச் செய் மகளே. அனல் மூட்டி எரிய வீடு, அயல் மொழிகள் தினம் பேசு. அனல் மூட்டி எரிய வீடு, அயல் மொழிகள் தினம் பேசு. உனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரியச் செய் மகனே. வல்லமை, அன்பு, தன்னடக்கம் தருகின்ற ஆவியானவர் உனக்குள்ளே. வல்லமை, அன்பு, தன்னடக்கம் தருகின்ற ஆவியானவர் உனக்குள்ளே. பயமுள்ள ஆவியை நீ பெறவில்லை, பயமுள்ள ஆவியை நீ பெறவில்லை. பலன் தரும் ஆவியானவர் உனக்குள்ளே, பலன் தரும் ஆவியானவர் உனக்குள்ளே.
அனல் மூட்டி எரிய வீடு. அயல் மொழிகள் தினம் பேசு. அனல் மூட்டி எரிய வீடு. அயல் மொழிகள் தினம் பேசு. உனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரியச் செய் மகனே. காற்றாக மழையாக வருகிறார். பனித்துளி போல் காலைதோறும் மூடுகிறார். காற்றாக மழையாக வருகிறார். பனித்துளி போல் காலைதோறும் மூடுகிறார். வற்றாத நீரூற்றால் இதய கிணறிலே. வற்றாத நீரூற்றால் இதய கிணறிலே. வாழ்நாளெல்லாம் ஊறி நிரப்புகிறார். வாழ்நாளெல்லாம் ஊறி நிரப்புகிறார். அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. எனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரிய செய்திடுவே. மகிமையின் மேகம் இவர்தானே. அக்கினி தூணும் இவர்தானே. மகிமையின் மேகம் இவர்தானே. அக்கினி தூணும் இவர்தானே. நடக்கும் பாதையெல்லாம் தீபமானா. நாம் நடக்கும் பாதையெல்லாம் தீபமானா. நாள்தோறும் வசனம் தந்து நடத்துகிறார். நாள்தோறும் வசனம் தந்து நடத்துகிறார். அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. எனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரிய செய்திடுவே. உள்ளத்தில் உலாவி வாசம் செய்கின்றார். உற்சாகப்படுத்தி தினம் தேற்றுகிறார். உள்ளத்தில் உலாவி வாசம் செய்கின்றார். உற்சாகப்படுத்தி தினம் தேற்றுகிறார். ஏவுகிறார் எப்பொழுதும் துதி புகழ் பாட. ஏவுகிறார் எப்பொழுதும் துதி புகழ் பாட. எழுப்புகிறார் தினமும் ஊழியம் செய்ய. எழுப்புகிறார் தினமும் ஊழியம் செய்ய. அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. அனல் மூட்டி எரிய விடுவே. அயல் மொழிகள் தினம் பேசுவே. எனக்கு கிடைத்த இறைவனின் கொடையை கொழுந்து விட்டு எரிய செய்திடு.